أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ വിവരിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഖൈബറിലെ യഹൂദികൾ വാഗ്ദാന ലംഘനം നടത്തുകയും വെറുപ്പ് കാരണം മുസ്ലിങ്ങളെ ആക്രമിച്ച് നാമാവശേഷമാക്കാൻ കാഫിരീങ്ങളുടെ സൈന്യം തയ്യാറാക്കിയത് എന്നും പറഞ്ഞിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈത്ത്, സഫ്വാൻ ബിൻ ഔഫ് അസ്ലമ എന്നിവരെ സൈന്യങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞു വരാൻ പറഞ്ഞയക്കുകയും അങ്ങനെ അവർ പോയി ബൈസ എന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഇത് മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ സുൽ ഹലീഫയിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു മൈതാന പ്രദേശമാകുന്നു. സുൽ ഹലീഫ മദീനയിൽ നിന്ന് 6-7 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഇവർ രണ്ടുപേരെയും അബൂ സുഫിയാന്റെ കുതിര സവാരിക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശത്രുക്കൾ അവരെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും അവരോട് പോരടിച്ച് ഷഹാദത്ത് വരിച്ചു. അവർ രണ്ടുപേരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവരികയും ഒരേ ഖബറിൽ തന്നെ അടക്കുകയും ചെയ്തു. കിടങ്ങ് കുഴിക്കാനുള്ള തീരുമാനമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരയിൽ യാത്ര പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിരവധി മുഹാജിരീങ്ങളും അൻസാറുകളും ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന് തമ്പടിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. ഏറ്റവും നല്ല സ്ഥലമായി കണ്ടെത്തിയത് സ്വലാഹ് പർവ്വതത്തെ തങ്ങളുടെ പിന്നിൽ വരുന്ന രീതിയിൽ ഉള്ള സ്ഥലമാണ്. മസാസ് മുതൽ സുബാബും റാത്തജും വരെ കിടങ്ങ് ഒഴിക്കാമെന്നും തീരുമാനമായി. മസാസ് മദീനയിൽ സ്വലാഹ് മലയ്ക്ക് അരികെയുള്ള ഒരു സ്ഥലമാകുന്നു. സുബാബ് മറ്റൊരു മലയുടെ പേരാണ്. റാത്തജ് മദീനയിലെ കോട്ടകളിൽ ഒന്നാകുന്നു. ഇത് യഹൂദികളുടെ കോട്ടയായിരുന്നു. ഇത് സുബാബിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു മലയാണ് എന്നും പറയപ്പെടുന്നു. അന്നേ ദിവസം തന്നെ കിടങ്ങ് പണി ആരംഭിച്ചു. മുസ്ലിങ്ങൾ ബനു ഖുറൈസയിൽ നിന്ന് കുഴിയെടുക്കാനുള്ള ഒരുപാട് ആയുധങ്ങൾ, അതായത് വലിയ പിക്കാസ്, മൺവെട്ടി തുടങ്ങിയവ കടം വാങ്ങിയിരുന്നു. ഓരോ ഭാഗത്തും കുഴിക്കുന്നതിന് ഓരോ ഗോത്രങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ 10 വീതം അംഗങ്ങളുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഓരോ 10 പേർക്കും ഏറെക്കുറെ 40 മുഴമാണ് കുഴിക്കേണ്ടിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമായും ഈ കുഴിക്കുന്നതിൽ ഭാഗഭാക്കായി. മണ്ണ് തൻ്റെ പുറത്ത് ഏറ്റുകയും ചെയ്തു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തും ഉദരത്തിലുമെല്ലാം പൊടിയാവുകയുണ്ടായി. തങ്ങളുടെ ഭാഗം പൂർത്തിയാക്കിയ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ കിടങ്ങ് പണി പൂർത്തിയായി. പണി തീർന്നവർ മാറിയിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ എത്തുകയുണ്ടായി. കിടങ്ങ് കുഴിക്കുന്നതിൽ ഒരു മുസ്ലിമും മാറി നിന്നില്ല. ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് ഉമറും കുട്ടകൾ കിട്ടാതാകുമ്പോൾ തങ്ങളുടെ വസ്ത്രങ്ങളിൽ തന്നെ മണ്ണെടുത്തു കൊണ്ടുപോയി മാറ്റുമായിരുന്നു. കിട്ടാവുന്ന തുണികളിൽ മണ്ണെടുത്തു കൊണ്ടുപോകുമായിരുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഇത്രയും വലിയ ഒരു സൈന്യത്തിന് നീക്കം രഹസ്യമാക്കി വയ്ക്കുക എന്നത് കാഫിര്യങ്ങൾക്ക് പ്രയാസമായിരുന്നു. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യാന്വേഷണ വിഭാഗവും വളരെ ശക്തമായിരുന്നു.
അങ്ങനെ ഖുറൈശികൾ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരെക്കുറിച്ച് അറിവ് ലഭിച്ചു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി അവരോട് അഭിപ്രായം ആരാഞ്ഞു. ഈ കൂടിയാലോചനയിൽ ഇറാനിൽ നിന്നുള്ള ആത്മാർത്ഥനായ ഒരു സഹാബി സൽമാൻ ഫാരിസും ഉണ്ടായിരുന്നു. സൽമാൻ ഫാരിസ് അജമികളുടെ, അതായത് അനറബികളുടെ യുദ്ധരീതിയെ സംബന്ധിച്ച് അറിവുള്ള ആളായിരുന്നു. അദ്ദേഹം മദീനയുടെ സുരക്ഷിതമല്ലാത്ത പ്രദേശങ്ങൾക്ക് മുന്നിൽ നീണ്ടതും ആഴത്തിലുള്ളതുമായ കിടങ്ങ് കുഴിച്ചുകൊണ്ട് തങ്ങളെ സംരക്ഷിക്കാമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. കിടങ്ങ് സംബന്ധിച്ച ചിന്ത അറബികൾക്ക് തികച്ചും പുതുമയുള്ളതായിരുന്നു. എന്നാൽ ഈ രീതി അറേബ്യയുടേതല്ലാത്ത പ്രദേശങ്ങളിൽ പൊതുവിൽ വിജയപൂർവ്വം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഭിപ്രായത്തിന് അംഗീകാരം നൽകി. കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹുവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ രീതി അഭികാമ്യമാണെന്ന് അറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും എഴുതുന്നു, മദീന പട്ടണത്തിൻ്റെ 3 ഭാഗങ്ങൾ ഒരു തരത്തിൽ സുരക്ഷിതമായിരുന്നു. അതായത് വീടുകളുടെ തുടർച്ചയായ മതിലുകളും ഇടതൂർന്ന വൃക്ഷങ്ങളും കുന്നുകളുടെ ശൃംഖലയും കാരണം ഈ ഭാഗങ്ങൾ കാഫിര്യങ്ങളുടെ സൈന്യത്തിൻ്റെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായിരുന്നു. ഷാമിലേക്കുള്ള ഭാഗത്തുകൂടെ മാത്രമാണ് ശത്രുക്കൾക്ക് കൂട്ടമായി മദീനയെ ആക്രമിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതമല്ലാത്ത ഭാഗത്ത് കിടങ്ങ് കുഴിക്കാൻ കൽപ്പന നൽകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ആ സന്ദർഭത്തിൽ ഓരോ 10 പേർക്കും നൽകാനുണ്ടാക്കിയ തത്വമനുസരിച്ച് 10 വീതം മുഴം, അതായത് 15 അടി വീതം കുഴിക്കുന്നതിനാണ് നൽകിയത്. ഈ വീതം വെപ്പിൽ സൽമാൻ ഫാരിസി ഏതു ഭാഗത്തായിരിക്കുമെന്നതും കൗതുകകരമായ തർക്കമായി. എല്ലാവരും സൽമാൻ തങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തെ മുഹാജിരീങ്ങളിൽ ഉൾപ്പെടുത്തുമോ അതല്ല ഇസ്ലാമിന് മുമ്പ് മദീനയിൽ എത്തിയതുകൊണ്ട് അൻസാറിൽ ഉൾപ്പെടുമോ? കാരണം സൽമാനാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിന് നിർദ്ദേശം വെച്ചത്. അല്ലെങ്കിലും എന്തിനും തയ്യാറുള്ള വ്യക്തിയും വൃദ്ധനെങ്കിലും ബലിഷ്ഠകായനും ആയതിനാൽ എല്ലാ സംഘവും അദ്ദേഹം തങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവസാനം ഈ തർക്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് എത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൂട്ടരുടെയും വാദങ്ങൾ കേട്ടു. അതായത് 2 കൂട്ടരും പറഞ്ഞ വാദങ്ങൾ കേട്ടു. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൽമാൻ 2 കൂട്ടരുടെയും അല്ല, മുഹാജിരീങ്ങളിൽ അല്ലെങ്കിൽ അൻസാറുകളിൽ ഉണ്ടാകുന്നതല്ല, മറിച്ച് സൽമാനുമിന്ന അഹ്ലുൽ ബൈത്തി, അതായത് സൽമാൻ എൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ്. അന്നു മുതൽ സൽമാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ ആളായി ഗണിക്കപ്പെട്ടു തുടങ്ങാനുള്ള ശ്രേഷ്ഠത കൈവരിക്കുകയുണ്ടായി. കിടങ്ങ് കുഴിക്കാനുള്ള തീരുമാനം ഉറപ്പിച്ചതിന് ശേഷം സഹാബാക്കളുടെ സംഘം തൊഴിലാളികളുടെ വേഷത്തിൽ രംഗത്തേക്കിറങ്ങി. കിടങ്ങ് കുഴിക്കുന്ന പണി എളുപ്പമായിരുന്നില്ല. വളരെ പ്രയാസമുണ്ടായിരുന്നു. കാലാവസ്ഥയും തണുപ്പുള്ളതായിരുന്നു. അത് കാരണം ആ ദിവസങ്ങളിൽ സഹാബാക്കൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിട്ടു. അവരുടെ കച്ചവടങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. അവർ ഉപജീവനത്തിന് അന്നന്ന് സമ്പാദിക്കുകയാണ് ചെയ്തിരുന്നത്. അത്തരം ആളുകൾ സഹാബാക്കളിൽ കുറവായിരുന്നില്ല. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അവർക്ക് ആ ദിവസങ്ങളിൽ പട്ടിണിയും പരിവട്ടവും സഹിക്കേണ്ടി വന്നു. കാരണം സഹാബാക്കളുടെ പക്കൽ വേലക്കാരോ അടിമകളോ ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ സഹാബാക്കളും സ്വന്തം ഉപജീവനം സ്വന്തമായി കണ്ടെത്തിയിരുന്നു. 10 ആളുകളുടെ വീതം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അവർ തങ്ങൾക്കുള്ളിൽ ജോലികൾ ഈ രീതിയിൽ വിഭജിച്ചു. കുറച്ചുപേർ കുഴിയെടുക്കുമ്പോൾ മറ്റുള്ളവർ അതിലെ മണ്ണ് കൊണ്ടുപോയി പുറത്തിട്ടിരുന്നു. കല്ലുകൾ കുട്ടകളിൽ നിറച്ച് തോളുകളിൽ ചുമന്ന് പുറത്തു കൊണ്ടുപോയി ഇടുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂടുതൽ സമയവും കിടങ്ങിന് അടുത്ത് തന്നെ കഴിച്ചുകൂട്ടി. പലപ്പോഴും സഹാബാക്കളുമായി ചേർന്ന് കുഴിക്കാനും കുഴിച്ച ഭാഗങ്ങളെ നിരപ്പാക്കാനും സഹായിച്ചിരുന്നു. കിടങ്ങ് കുഴിക്കുന്നതിനിടയിൽ ഉന്മേഷമുണ്ടാകുന്നതിന് കവിതകളും ചൊല്ലുമായിരുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, സഹൽ ബിൻ സഅദും അനസും നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഞങ്ങൾ കിടങ്ങ് കുഴിക്കുകയും തോളിൽ മണ്ണ് ഏറ്റിക്കൊണ്ടുപോയി
പുറത്തിടുകയുമായിരുന്നു. ഞങ്ങളുടെ ഈ പ്രയാസവും വിശപ്പും കണ്ടപ്പോൾ പറഞ്ഞു, اللهم لا عيش إلا عيش الآخرة فاغفر 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 الأنصار والمهاجر. അതായത്, അല്ലാഹുവേ, യഥാർത്ഥ വിശ്രമം ആഖിറത്തിലെ വിശ്രമം ആകുന്നു. നീ അൻസാറിനും മുഹാജിറിനും പുറത്തു കൊടുക്കണമേ. ആ സമയത്ത് സഹാബാക്കൾ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, نحن الذي بايعوا محمد على الجهاد ما بقينا أبدا. ഞങ്ങൾ ജീവനെടുത്തോളം കാലം ജിഹാദ് ചെയ്യുന്നതാണെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബയ്യത്ത് ചെയ്തിരിക്കുന്നു. ഹദ്രത്ത് ബറാ ബിൻ ആസിബ് നിവേദനം ചെയ്യുന്നു, കിടങ്ങ് കുഴിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് ചുമക്കുന്നതായി കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദരഭാഗത്തിന്റെ വെളുപ്പ് നിറം മണ്ണിൽ മറഞ്ഞു പോവുകയുണ്ടായി. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു റൗഹയുടെ ഈ ഈരടികൾ ചൊല്ലുന്നതായും കേട്ടിരുന്നു. والله لولا ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بغوا علينا إذا أرادوا فتنة أبينا. അതായത്, നാഥ, നിന്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും കഴിയുമായിരുന്നില്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ എവിടം വരെ എത്തിച്ച സ്ഥിതിക്ക് ഈ പ്രയാസഘട്ടത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നൽകണമേ. ശത്രുക്കളുമായി നേരിടേണ്ടി വന്നാൽ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. ഇവർ ഞങ്ങൾക്കെതിരിൽ അക്രമവും ദ്രോഹവും മുഖേന ആക്രമണം നടത്തുകയാണെന്നും അവരുടെ ലക്ഷ്യം ഞങ്ങളെ ഞങ്ങളുടെ ദീനിൽ നിന്ന് അകറ്റുകയാണെന്നും നിനക്കറിയാം. അതുകൊണ്ട് അല്ലയോ നാഥ, ഞങ്ങളെ ദീനിൽ നിന്ന് അകറ്റുന്നതിന് മെനയുന്ന ഉപായങ്ങളെ ഞങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ തട്ടിമാറ്റാനും അവരുടെ കുഴപ്പങ്ങളിൽ അകപ്പെടുന്നതിൽ നിന്ന് മാറി നിൽക്കാനും നിന്റെ അനുഗ്രഹം മുഖേന ഞങ്ങൾക്ക് കഴിയുന്ന അവസ്ഥയിലാണുള്ളത്. ഞങ്ങൾ ഉറക്കെ അബീന അബീന എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഒരു നിവേദനത്തിൽ ഈരടിയുടെ അവസാനത്തിൽ ശബ്ദം നീട്ടിക്കൊണ്ടുപോകുന്നതായി കാണുന്നുണ്ട്. ഏതായാലും കിടങ്ങ് കുഴിക്കുക എന്നത് വളരെ പ്രയാസകരമായ ജോലിയായിരുന്നു. സഹാബാക്കളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കിടങ്ങ് കുഴിക്കുന്നതിൽ കൂടെയുണ്ടായിരുന്നു. ചിലപ്പോൾ മൺവെട്ടി കൊണ്ടും ചിലപ്പോൾ പിക്കാസ് കൊണ്ടും മണ്ണ് കൂട്ടുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ കുട്ടകളിൽ മണ്ണെടുത്തു കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ക്ഷീണിതനായി ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു. തൻ്റെ ഇടതുഭാഗത്തേക്ക് ഒരു കല്ലിൽ ചാഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറക്കം വന്നു. അപ്പോൾ ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമറും തിരുനബിയുടെ ശിരസിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നതിൽ നിന്നും അങ്ങനെ ഉറക്കത്തിന് ഭംഗമുണ്ടാകാതിരിക്കാനും അവരെ തടുത്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമുണർന്നപ്പോൾ കുറച്ച് സമയത്തിനകം വേഗം എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഉണർത്തിയില്ല? ഞാൻ ഉറങ്ങുമ്പോൾ എന്തുകൊണ്ട് എന്നെ ഉണർത്തിയില്ല? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ പിക്കാസുമായി മണ്ണിൽ കുഴിക്കാൻ തുടങ്ങി. അതായത് ജോലി ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും ദുആകളുടെ അനുഗ്രഹങ്ങളും കാരണം സഹാബാക്കൾ തങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മറന്നുപോയിരുന്നു. ഒരു ഭാഗത്ത് പരിശുദ്ധമായ കവിതകൾ ചൊല്ലിയിരുന്നു, മറുഭാഗത്ത് ചെറിയ ചെറിയ ഫലിതങ്ങളും പറഞ്ഞിരുന്നു. ഒരിക്കൽ ഹദ്രത്ത് സയ്യിദ് ബിൻ ഹാരിസ്, അന്ന് അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായമായിരുന്നു, കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തമാശയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൺവറ്റി എടുത്തു മാറ്റി. ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ സാധന സാമഗ്രികൾ കാണാതെ പരിഭ്രമത്തിലായി. അതേസമയം സുഹൃത്ത് ഈ പരിഭ്രമം കണ്ടപ്പോൾ ചിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞപ്പോൾ സെയ്ദിനോട് പറഞ്ഞു, മോനെ, നിന്റെ സാധനങ്ങളെപ്പറ്റി പോലും ചിന്തിക്കാതെയാണ് നീ ഉറങ്ങിയത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിന്റെ അടുത്ത് പോയി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബാരിക്കത്ത്, അല്ലയോ ഉറക്കം തൂങ്ങി. വളരെ യുക്തിപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തമാശയെയും ഗുണദോഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദിന്റെ സാധനങ്ങളെക്കുറിച്ച് ആർക്കാണ് അറിവുള്ളത്? അതെടുത്ത ആൾ പറഞ്ഞു, എൻ്റെ പക്കലുണ്ട്, ഞാനാണ് എടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിൻ്റെയും ആയുധങ്ങൾ എടുത്തുമാറ്റി അയാളെ അസ്വസ്ഥനാക്കുന്നത് ശരിയല്ല. സഹാബാക്കൾ തുടർച്ചയായി രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളുടെ അനുഗ്രഹത്താലും ഈ കിടങ്ങ് പൂർത്തിയാക്കി.
മുസ്ലിങ്ങൾ കിടങ്ങ് കുഴിക്കുമ്പോൾ അതിനെ ബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. കിടങ്ങ് എത്ര സമയം കൊണ്ടാണ് പൂർത്തിയായത് എന്നതിനെ സംബന്ധിച്ച് നിവേദനങ്ങളുണ്ട്. 6 ദിവസം, 10 ദിവസം, 15 ദിവസം, 20 ദിവസം, ഒരു മാസം എന്നിങ്ങനെ അതിൻ്റെ കാലയളവ് പറയപ്പെടുന്നു. 15-20 ദിവസം എന്നത് സംബന്ധിച്ചാണ് കൂടുതലും അഭിപ്രായ ഐക്യം കാണുന്നത്. ഈ കിടങ്ങിൻ്റെ നീളം ഏകദേശം 6000 മുഴം ഉണ്ടായിരുന്നു. അതായത് 3.5 മൈൽ ആയിരുന്നു. വീതി 9 മുഴമായിരുന്നു. ആഴം 7 മുഴമായിരുന്നു. ഒരു മുഴം എന്നതുകൊണ്ട് 1.5 അടിയാണ് ഉദ്ദേശിക്കുന്നത്. വീതി 13-14 അടിയും ആഴം 10-11 അടിയും ആയിരിക്കും. ഈ വലിയ കിടങ്ങ് നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു. പിന്നെ ബത്ഹാൻ താഴ്വരയിലെ തുടർച്ചയായ നീരൊഴുക്ക് അതിനെ ഇല്ലാതാക്കി. ബത്ഹാൻ മദീനയിൽ അറിയപ്പെടുന്ന 3 താഴ്വരകളിൽ ഒന്നായിരുന്നു. മറ്റ് 2 താഴ്വരകൾ അക്കീക്കും കിനായുമായിരുന്നു. ഈ കിടങ്ങ് കുറച്ചു ഭാഗം വഴിയുണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ തന്നെ പിന്നീട് മൂടുകയുണ്ടായി. ബാക്കിയുള്ള ഭാഗം താഴ്വരയുടെ വെള്ളം പോകുന്ന വഴികൾ കൊണ്ട് നിറഞ്ഞു. ഇവിടെ ഭൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരുവിയിൽ നിന്നോ മഴ കാരണമോ വെള്ളം വരുമ്പോൾ അതോടൊപ്പം മണ്ണും വരുന്നതിനെയാണ്. അത് ഒരുമിച്ചുകൂടി നിറയുകയുണ്ടായി. ഹിജ്രി 6-ാം നൂറ്റാണ്ടിലെ സുപ്രസിദ്ധ ചരിത്രകാരൻ ഹാഫിസ് ഇബ്നു നജ്ജാർ എഴുതുന്നു, കിടങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇന്നും ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിലവിലുണ്ട്. പക്ഷേ അത് ഇന്ന് ഒരു കാന പോലെ ആയിരിക്കുന്നു. അതിൻ്റെ മതിൽക്കെട്ടുകൾ ഒരുപാട് സ്ഥലത്ത് ഇടിഞ്ഞുപോയിട്ടുണ്ട്. ഈന്തപ്പന മരങ്ങളുടെ ആധിക്യം അതിനുള്ളിലായിരിക്കുന്നു. ഹിജ്രി 9-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, ഇന്ന് ഈ കിടങ്ങിലെ ഒന്നും തന്നെ ബാക്കിയായിട്ടില്ല. 600 കൊല്ലം അത് നിലനിന്നു. അദ്ദേഹം പറയുന്നു, 9-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഒരടയാളവും ബാക്കിയായിട്ടില്ല. ബദ്ഹാൻ താഴ്വരയിലെ ഒരു നദിയുടെ വഴി അതിലൂടെ ഒഴുകുന്നത് മാത്രമാണ് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. അത് ഇന്ന് ആ വഴിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് എഴുതുന്നു, മദീനയിൽ അക്കാലത്ത് വളരെ ഭയവും പ്രയാസവും നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. മുനാഫിക്കീങ്ങൾ എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് തങ്ങളുടെ കൂടാരങ്ങളിലേക്കും വീടുകളിലേക്കും പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ സഹാബാക്കളുടെ പൊതുവെയുള്ള ആവേശം കാണേണ്ടത് തന്നെയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അവരുടെ തോളോട് തോൾ ചേർന്ന് ധൈര്യം പകരാനും അവരെ സഹായിക്കാനും മുന്നിലുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാരും പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ഉറച്ച തീരുമാനത്തോടു കൂടി പുരുഷന്മാരെ പോലെ തിരുനബിയുടെ കൂടെ കാണപ്പെട്ടിരുന്നു. കിടങ്ങ് മദീനയ്ക്ക് പുറത്താണ് കുഴിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മദീനയിലെ സ്ത്രീകളെയും കുട്ടികളെയും മദീനയിൽ വളരെ ശക്തമായ കോട്ടകളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഹദ്റത്ത് ആയിഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കുറച്ചു ദിവസം താമസിക്കുമായിരുന്നു. പിന്നെ ഹദ്റത്ത് ഉമ്മ സൽമ കുറച്ചു ദിവസം താമസിച്ചിരുന്നു. പിന്നെ ഹദ്റത്ത് സൈനബ് കുറച്ചു ദിവസം താമസിക്കുമായിരുന്നു. മറ്റ് സഹധർമ്മിണിമാർ ബനു ഹാരിസയുടെ ഉറച്ച കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. ചിലർ പറയുന്നു സഹധർമ്മിണിമാർ ബനു സരീഖിന്റെ കോട്ടയായ നസറിലായിരുന്നു. പറയുന്നു ചില സഹധർമ്മിണിമാർ ഫാരെ എന്ന സ്ഥലത്തായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഫാരെ മദീനയിൽ ഹസ്രത്ത് ഹസ്സാൻ ബിൻ സാബിത്തിന്റെ കോട്ടയായിരുന്നു. കിടങ്ങ് കുഴിക്കുമ്പോൾ ചില അത്ഭുതങ്ങളും ഉണ്ടായി. അതിലൊന്ന് കുഴിക്കുന്ന സമയത്ത് ഒരു വലിയ പാറ പൊട്ടാതിരുന്ന സംഭവമാണ്. നിവേദനങ്ങളിൽ പറയുന്നു, കിടങ്ങ് കുഴിക്കുന്നതിനിടയിൽ ഒരു വലിയ ശക്തമായ പാറ കാണപ്പെട്ടു. സഹാബാക്കൾ വളരെ ശ്രമിച്ചെങ്കിലും അവിടെ കുഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പിക്കാസെടുത്ത് പ്രസ്തുത സ്ഥലത്ത് ശക്തമായി വെട്ടിയപ്പോൾ ആ കല്ല് നിറഞ്ഞ സ്ഥലം മണൽ കണക്കെ പൊടിഞ്ഞുപോയി. ഒരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വെള്ളം വരുത്തിച്ചു. അതിൽ തൻ്റെ ഉമിനീർ ആക്കുകയുണ്ടായി. പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. തുടർന്ന് ആ വെള്ളം ആ തരിശുഭൂമിയിൽ തളിച്ചു. അവിടെ ആ സമയത്തുണ്ടായിരുന്ന സഹാബാക്കളിൽ ചിലർ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സത്യവുമായി അയച്ച അള്ളാഹുവാണേ, ഈ വെള്ളം അതിൽ പതിച്ചതും ആ ഭൂമി വളരെയേറെ മൃദുവായി തീർന്നു, മൃദുവായി മണൽ പോലെ ആയിത്തീർന്നു. മറ്റൊരു സംഭവമുണ്ട്. അതിൽ രാജാക്കന്മാരെ സംബന്ധിച്ച് സുവാർത്ത നൽകപ്പെട്ടിരിക്കുന്നു. ആ സംഭവം ഇങ്ങനെയാണ്. ആദ്യത്തെ സംഭവത്തിൽ വെള്ളം തളിക്കുന്നതാണ് വന്നിട്ടുള്ളത്.
ഇതിൽ ഭാവിയിലെ രാജാക്കന്മാരുടെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് സുവാർത്ത നൽകപ്പെടുകയുണ്ടായി. ഇത് സംബന്ധിച്ച് എഴുതുന്ന ഒരു സന്ദർഭത്തിൽ സൽമാൻ ഫാരിസിന് ഒരു തരിശുഭൂമി പൊട്ടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് വാങ്ങി അതിൽ ആഞ്ഞുവെട്ടി. അപ്പോൾ അതിൽ നിന്ന് ഒരു മിന്നൽ പിണർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. കൂടെ നിന്നിരുന്ന സഹാബാക്കളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും അതിൽ വെട്ടുകയുണ്ടായി. അതിൽ നിന്ന് വീണ്ടും മിന്നൽ പിണർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ആ തരിശുഭൂമിയുടെ കുറച്ചു ഭാഗം കൂടി പൊട്ടിപ്പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതും അതിൽ ആഞ്ഞുവെട്ടി. ആ തരിശുഭൂമിയുടെ ബാക്കി ഭാഗവും പൊട്ടി വീണു. അപ്പോഴും ആ സമയത്ത് അതിൽ നിന്ന് മിന്നൽ പിണർ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറയുകയുണ്ടായി. സഹാബാക്കളും എല്ലാ പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അടുത്തു തന്നെ എന്നിരുന്ന ഹദ്റത്ത് സൽമാൻ ഫാരിസി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പിക്കാസ് കൊണ്ട് വെട്ടിയപ്പോൾ ആ തരിശു മണ്ണിൽ നിന്ന് ഒരു പ്രകാശം വരുന്നുണ്ടായിരുന്നു. അങ്ങ് അല്ലാഹു അക്ബർ എന്നും പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ സൽമാൻ, നിങ്ങളും ആ പ്രകാശം കണ്ടിരുന്നുവോ? അദ്ദേഹം പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്, ഞാനും അത് കാണുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ പ്രകാശകിരണം വന്നപ്പോൾ ഹൈറയുടെയും കിസ്രയുടെയും കോട്ടകൾ എനിക്ക് കാണിക്കപ്പെട്ടു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്ത് അത് കൈവശപ്പെടുത്തുന്നതാണ്. രണ്ടാമത് പ്രകാശം വന്നപ്പോൾ റോമൻ പ്രദേശത്തിലെ കോട്ടകൾ എനിക്ക് കാണിക്കപ്പെട്ടു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, താങ്കളുടെ ഉമ്മത്ത് ഇതും അധീനപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തെ പ്രാവശ്യം പ്രകാശം വന്നപ്പോൾ എനിക്ക് സൻആയുടെ കോട്ടകൊത്തളങ്ങൾ കാണിക്കപ്പെട്ടു. ജിബ്രീൽ പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്ത് ഇതും പിടിച്ചടക്കുന്നതാണ്. ആയതിനാൽ താങ്കൾക്ക് സുവാർത്തയായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സത്യസന്ധമായ വാഗ്ദാനമാകുന്നു. അള്ളാഹു പ്രയാസത്തിന് ശേഷം ഞങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യൻ കോട്ടകളുടെ അടയാളങ്ങൾ ഹദ്റത്ത് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് വിവരിക്കാൻ തുടങ്ങി. അപ്പോൾ ഹദ്റത്ത് സൽമാൻ പറഞ്ഞു, സത്യമാണ് പറഞ്ഞത്, ഈ അടയാളങ്ങളെല്ലാം ഉള്ളതാകുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങളെന്ന് പറയുമ്പോൾ അതിനെ സൽമാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പറയുന്നു, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതരാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം നൽകുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ സൽമാൻ, ഈ വിജയങ്ങൾ അള്ളാഹു എനിക്ക് ശേഷം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ഷാമിന് ജയിച്ചിറക്കുന്നതാണ്. ഹിർക്കൽ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അറ്റം വരെയും ഓടിപ്പോകും. നിങ്ങൾ ഷാം പിടിച്ചിറക്കുന്നതാണ്. നിങ്ങളോട് ആരും വഴക്കിടുകയോ ശണ്ട കൂടുകയോ ചെയ്യുന്നതല്ല. ഇത് കിഴക്കൻ ഭാഗത്തുണ്ടാകുന്ന വിജയമാണ്. കിസ്റ കൊല്ലപ്പെടുന്നതാണ്. അതിനുശേഷം മറ്റൊരു കിസ്റ ഉണ്ടാകുന്നതല്ല. അതിൽ മുനാഫിക്കീങ്ങൾ വളരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിസ്സഹായകരമായ അവസ്ഥയിൽ ആണ് ഉള്ളത്. അതുകൊണ്ട് പരിഹസിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഭയവും നിസ്സഹായമായ അവസ്ഥയുമായിരുന്നുവെങ്കിലും ഈ മഹത്തായ പ്രവചനങ്ങൾ പ്രത്യക്ഷത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്ന ഈ സുവാർത്തകൾ കാരണം വിശ്വാസികളുടെ ഈമാൻ കൂടുതൽ ബലവത്താകുകയാണ് ഉണ്ടായത്. ചരിത്രത്തിൽ പറയുന്നു, ബുദ്ധിമുട്ടുകളും നിസ്സഹായാവസ്ഥയും ഭയപ്പാടും എല്ലാമായിരുന്നുവെങ്കിലും ഈ മഹത്തായ പ്രവചനങ്ങൾ പ്രത്യക്ഷത്തിൽ അസാധ്യമായിരുന്നുവെങ്കിലും സുവാർത്തകൾ കാരണം വിശ്വാസികളുടെ ഈമാൻ കൂടുതൽ ബലവത്തായി. അവരുടെ പ്രസന്നത കൂടുതൽ പ്രകടമായി. പക്ഷേ മുനാഫിക്കീങ്ങൾ അതിനെ പരിഹസിച്ചു തുടങ്ങി. മുനാഫിക്കീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഈ സുവാർത്തകൾ നൽകുന്നു. യസ്രിബിലിരുന്ന് ഹൈറയുടെ കോട്ടയും കിസ്രയുടെ പട്ടണവും കാണുകയാണ്. നിങ്ങളത് ജയിച്ചടക്കുമെന്നും പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ നിങ്ങളിവിടെ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി കിടങ്ങു ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾക്കിവിടെ നിന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാൻ സാധ്യമല്ല. ആ സമയത്തുള്ള മുനാഫിക്കീങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു ഈ ആയത്തിൽ ഇങ്ങനെ പറയുന്നു, وَيَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَرَضٌ مَا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا. وَيَقُولُ الْمُنَافِقُونَ
والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. തങ്ങളുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടായിരുന്ന ആളുകൾ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് അള്ളാഹുവും അവൻ്റെ റസൂലും വഞ്ചനയുടെ വാഗ്ദാനമല്ലാതെ നൽകുന്നില്ല. പക്ഷേ പിന്നീട് കണ്ടത് ഏതാനും വർഷങ്ങൾക്കകം തന്നെ ഹദരത്ത് അബൂബക്കറിനെയും ഹദരത്ത് ഉമറിനെയും ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഈ എല്ലാ പട്ടണങ്ങളും കോട്ടകളും ജയിച്ചടക്കുകയുണ്ടായി. ഈ നിസ്സഹായരും പട്ടിണി പരിവട്ടങ്ങളുമായിരുന്ന വിശ്വാസികൾ ഈ കോട്ടകൊത്തളങ്ങളുടെ അവകാശികളായി തീർന്നു. ഹദരത്ത് സൽമാൻ ഫാരിസി പറയുന്നു, ഈ എല്ലാ വിജയങ്ങളും ഞാൻ കാണുകയുണ്ടായി. കല്ല് പൊട്ടിച്ചതും അത്ഭുതങ്ങൾ വെളിപ്പെട്ടതുമായ സംഭവത്തെ ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാകുന്നു: ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അവസരത്തിൽ കിടങ്ങ് കുഴിച്ച് കുഴിച്ച് ഒരു ഭാഗത്തൊരു കല്ല് പ്രത്യക്ഷപ്പെട്ടു. അത് ആരെക്കൊണ്ടും പൊട്ടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സഹാബാക്കൾ 3 ദിവസം തുടർച്ചയായി പട്ടിണി കാരണം വളരെ പ്രയാസത്തിലുമായിരുന്നു. അവസാനം നിർബന്ധിതാവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിലെത്തി പറഞ്ഞു, ഒരു കല്ലുണ്ട്, അത് പൊട്ടുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കാരണം ഉദരത്തിൽ കല്ല് കെട്ടിവെച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ അവിടേക്ക് പോയി ഒരു പിക്കാസ് എടുത്തു. പിന്നെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ കല്ലിൽ ആഞ്ഞു വെട്ടി. ലോഹം കല്ലിൽ എറിഞ്ഞപ്പോൾ കല്ലിൽ നിന്നൊരു പ്രകാശം വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഷാമിന്റെ താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവാണ്, ഈ സമയത്ത് ഷാമിലെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് മുന്നിലുണ്ട്. അങ്ങനെ ആ ആഘാതത്തിൽ പ്രസ്തുത കല്ല് പൊട്ടിപ്പോയി. രണ്ടാം തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പിക്കാസ് കൊണ്ട് ആഞ്ഞുവെട്ടി. അപ്പോൾ ഒരു പ്രകാശം വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തവണ എനിക്ക് പേർഷ്യയുടെ താക്കോലുകൾ നൽകപ്പെട്ടു. മദായിനിലെ വെള്ളക്കോട്ടകൾ എനിക്ക് കാണിക്കപ്പെട്ടു. വീണ്ടും കല്ല് അല്പം കൂടി കൂടുതലായി പൊട്ടുകയുണ്ടായി. ഇത്തവണ കല്ല് കുറെ കൂടി പൊട്ടിപ്പോയി. മൂന്നാം തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് കൊണ്ട് ആഞ്ഞുവെട്ടി. അങ്ങനെ വീണ്ടും ഒരു പ്രകാശകിരണം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചു, എനിക്ക് യമനിലെ താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവാണെ, സൻആന്റെ കവാടങ്ങൾ ഞാൻ ഈ സമയത്ത് കാണുകയുണ്ടായി. ഇത്തവണ പ്രസ്തുത കല്ല് പൂർണ്ണമായും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പൊട്ടിയിളകി വീഴുകയുണ്ടായി. ഒരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭത്തിലും ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുകയും പിന്നെ സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഈ ജാഗ്രതാ ദർശനങ്ങൾ വിവരിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ ഈ താൽക്കാലിക തടസ്സം നീങ്ങിക്കിട്ടിയപ്പോൾ വീണ്ടും തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാഴ്ചകൾ ജാഗ്രതാ ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആ പ്രയാസഘട്ടത്തിലും അള്ളാഹു മുസ്ലിങ്ങളുടെ ഭാവി വിജയങ്ങളെ സംബന്ധിച്ചും വിശാലതയെ സംബന്ധിച്ചുമുള്ള കാഴ്ചകൾ വ്യക്തമാക്കിക്കൊണ്ട് സഹാബാക്കളിൽ പ്രതീക്ഷയുടെ ആത്മാവുണ്ടാക്കുകയുണ്ടായി. പക്ഷേ പ്രത്യക്ഷത്തിൽ ആ സമയത്തുള്ള അവസ്ഥകൾ കാരണം മദീനയിലെ മുനാഫിക്കീങ്ങൾ ഈ വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ മുസ്ലിങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രയാസപ്പെടുന്നവർ കൈസറിന്റെയും കിസ്രയുടെയും സാമ്രാജ്യങ്ങൾ സ്വപ്നം കാണുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ ഈ എല്ലാ അനുഗ്രഹങ്ങളും മുസ്ലിങ്ങൾക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വാഗ്ദാനങ്ങൾ അതിൻ്റെ സമയത്ത്, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ദിവസങ്ങളിലും പിന്നെ ഖലീഫമാരുടെ കാലഘട്ടങ്ങളിലും പൂർത്തിയായി മുസ്ലിങ്ങളുടെ വിശ്വാസവർദ്ധനവും സംതൃപ്തിക്കും കാരണമായി തീർന്നു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവും ഇതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു കല്ല് കാണപ്പെട്ടു. അതാരെക്കൊണ്ടും പൊട്ടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേ സംബന്ധിച്ച് അറിയിപ്പ് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോയി തൻ്റെ കയ്യിൽ പിക്കാസ് എടുക്കുകയും വളരെ ശക്തമായി അതിൽ ആഞ്ഞു വെട്ടുകയും ചെയ്തു. പിക്കാസ് അതിൽ കൊണ്ടപ്പോൾ ആ കല്ലിൽ നിന്നൊരു പ്രകാശം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ. പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് കൊണ്ട് അതിൽ ആഞ്ഞു വെട്ടി. വീണ്ടും പ്രകാശം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തു. പിന്നെ മൂന്നാം തവണയും പിക്കാസ് കൊണ്ട് വെട്ടുകയുണ്ടായി. വീണ്ടും കല്ലിൽ നിന്ന് പ്രകാശ കിരണം വന്നു. അതോടൊപ്പം ആ കല്ല് പൊട്ടുകയും ചെയ്തു. പ്രസ്തുത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിക്കാസ് 3 തവണ കല്ലിൽ പതിച്ചപ്പോഴും പ്രകാശം വരികയും 3 തവണയും അള്ളാഹു എനിക്ക് ഇസ്ലാമിന്റെ ഭാവിയിലെ
പുരോഹിതകളെ സംബന്ധിച്ചുള്ള നഖചിത്രം കാണിച്ചു തരികയും ചെയ്തു. ആദ്യത്തെ തവണയുണ്ടായ പ്രകാശത്തിൽ കൈസർ സാമ്രാജ്യത്തിന്റെ ഷാമിലെ കോട്ടകൾ കാണിക്കപ്പെട്ടു. അതിന്റെ കുഞ്ചികകൾ എനിക്ക് നൽകപ്പെട്ടു. രണ്ടാമത്തെ തവണ പ്രകാശം വന്നപ്പോൾ മദായിനിലെ വെള്ള കൊട്ടാരങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. മൂന്നാമത്തെ തവണ പ്രകാശം വന്നപ്പോൾ സൻആന്റെ കവാടങ്ങൾ എനിക്ക് തുറക്കപ്പെട്ടു. യമൻ സാമ്രാജ്യത്തിന്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെടുകയും ചെയ്തു. ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുവിൻ. ശത്രുക്കൾ നിങ്ങൾക്കൊരു കോട്ടവും വരുത്തുന്നതല്ല. ഈ അത്ഭുതങ്ങളിലൊന്ന് ഭക്ഷണത്തെക്കുറിച്ചുള്ളതാണ്. ഭക്ഷണത്തെക്കുറിച്ചുള്ള വേറെയും അത്ഭുത ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു തവണ പറയപ്പെടുന്നു, ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുള്ള ഭക്ഷണം തയ്യാറാക്കി. അതിൽ അനുഗ്രഹമുണ്ടായതിനെക്കുറിച്ചുള്ള സംഭവം ഇങ്ങനെയാണ്. ആ ദിവസങ്ങളിൽ ഒരു ദിവസം വിശപ്പ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉദരത്തിൽ കല്ല് കെട്ടിവെച്ചതായി ഹദ്റത്ത് ജാബിർ കാണാനിടയായി. സഹാബാക്കൾ 3 ദിവസമായി അവിടെ തന്നെയാണ്. ഒരു ഭക്ഷണപദാർത്ഥവും രുചിക്കുക പോലും ചെയ്തിട്ടില്ല. 3 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ജാബിർ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അനുമതി നൽകുകയും ചെയ്തു. ഞാൻ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയേറെ വിശന്ന അവസ്ഥയിൽ കണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, വീട്ടിൽ ഒരു അതായത് 2.5 കിലോയിൽ കുറവ് ബാർലി അരിയും ഒരു ആട്ടിൻകുട്ടിയുമുണ്ട്. ഭാര്യ ഒരു പാത്രത്തിൽ ഒരു ബാർലി എടുത്തു. പറയുന്നു, ഞാൻ ആട്ടിൻകുട്ടിയെ അറുത്തു. ഭാര്യ ബാർലി പൊടിക്കുകയും ചെയ്തു. ഞാൻ മാംസം പാത്രത്തിലിട്ടു. ഭാര്യ എന്നോട് പറഞ്ഞു, കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ രഹസ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ പോയി പറയണം. അല്ലാതെ എന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബക്കളുടെയും മുന്നിൽ നാണം കെടുത്തരുത്. അതായത് കൂടുതൽ ആളുകളാകരുത്, ഭക്ഷണം കുറച്ചേ ഉള്ളൂ. പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി. വളരെ രഹസ്യമായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ പക്കൽ കുറച്ച് ഭക്ഷണമുണ്ട്. അങ്ങയോടൊപ്പം 1-2 പേർ വരാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരലുകൾ എൻ്റെ വിരലുകളുടെക്കിടയിലേക്ക് ഇട്ടു. എന്നിട്ട് ചോദിച്ചു, എത്രയുണ്ട്? ഞാൻ പറഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെയധികം ഉണ്ടല്ലോ, നല്ലത്. നിങ്ങൾ വീട്ടിൽ പോയി ഭാര്യയോട് പറയുക, ഞാൻ വരുന്നതുവരെ പാത്രം അടുപ്പിൽ നിന്ന് താഴേക്ക് ഇറക്കരുത്, റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, അല്ലയോ ഖന്തക്കുകാരെ, ജാബിർ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മുന്നിൽ നടന്നു. എനിക്കൊരുപാട് ലജ്ജ തോന്നി. അതേക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ, ഒരു ബാർലിയും ഒരു ആട്ടിൻകുട്ടിയും, ഇത്രയും ആളുകൾ വരുന്നു. അള്ളാഹുവാണെ, ഞാൻ നാണം കെടുന്നതാണ്. ഞാൻ വീട്ടിൽ ഭാര്യയുടെ അടുത്തെത്തി എല്ലാ കാര്യങ്ങളും വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിർ, അൻസാർ എല്ലാവരെയും കൂട്ടിയാണ് വരുന്നത്. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു രഹസ്യമായി പോയി പറയണമെന്ന്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. മറ്റുള്ളവരെ നിങ്ങളാണോ ക്ഷണിച്ചത്, അല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ? അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ക്ഷണിച്ചത്. അപ്പോൾ വിശ്വാസവും ആത്മാർത്ഥതയുമുള്ള ഭാര്യ പറഞ്ഞു, എങ്കിൽ പിന്നെ ആശങ്കപ്പെടാനൊന്നുമില്ല. അള്ളാഹുൻ റസൂലും നന്നായി അറിയാം, ഇനി വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇതായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം. അവർ വിശ്വാസത്തിലും ആത്മാർത്ഥതയിലും ആ സമയത്ത് തൻ്റെ ഭർത്താവിനേക്കാളും മുൻപന്തിയിലായിരുന്നു. ജാബിർ പറയുന്നു, തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 10 പേർ വീതം കടന്നു വരിക. അതായത് വന്ന ആളുകൾ മുഴുവനും 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചു. ജാബിറിന്റെ ഭാര്യ മാവെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തൻ്റെ ഉമിനീരാക്കി. പിന്നെ അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്തു. തുടർന്ന് ഞങ്ങളുടെ പാകം ചെയ്യുന്ന പാത്രത്തിൽ ഉമിനീരാക്കി അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്തു. തുടർന്ന് ഞങ്ങളോട് പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കുക, കറിയും ഒഴിക്കുക. പിന്നെ ഭക്ഷണത്തിന്റെ പാത്രം അടച്ചു വെക്കുക. റൊട്ടി തന്തൂരിൽ നിന്നെടുക്കുക, റൊട്ടികൾ അടച്ചു വെക്കുകയും ചെയ്യുക. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. ഞങ്ങൾ കറിയെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൂടി വെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നും തന്നെ കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല. റൊട്ടി പുറത്തെടുത്ത് വീണ്ടും അത് അടച്ചു വെച്ചിരുന്നു. അതിലും ഒരു കുറവും വന്നിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി മുറിക്കുകയും ചെയ്തു. അതിൽ ഇറച്ചി കഷ്ണം ഇടുകയും ചെയ്തിട്ട് തൻ്റെ സഹാബാക്കൾക്കരികിൽ കൊണ്ടുപോയി പറഞ്ഞു, ഭക്ഷിക്കുവിൻ. ഒരു സംഘം വിശപ്പടയ്ക്ക് പുറത്തു പോകുമ്പോൾ മറ്റൊരു സംഘത്തെ വിളിക്കുമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചു. എല്ലാവരും പോവുകയും ചെയ്തു. ഞങ്ങളുടെ പാത്രം ആദ്യത്തതുപോലെ തന്നെ തിളച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ മാവും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുവിൻ, ആളുകൾക്കും കൊടുക്കുവിൻ.
കാരണം ആളുകൾ വളരെയേറെ പട്ടിണിയിലാണുള്ളത്. ഈ സംഭവത്തെ ആത്മീയത ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിങ്ങനെ വിവരിക്കുന്നു. ഒരു ആത്മാർത്ഥനായ സഹാബി ജാബിർ ബിൻ അബ്ദുള്ളയുടെ മുഖത്ത് പട്ടിണി കാരണം ക്ഷീണവും അസ്വസ്ഥതയും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ അനുമതി നൽകി. അദ്ദേഹം വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശപ്പിന്റെ ആധിക്യം കാരണം വളരെയേറെ പ്രയാസമുള്ളതായി തോന്നുന്നു. നിന്റെ പക്കൽ വല്ല ഭക്ഷണവുമുണ്ടോ? അവർ പറഞ്ഞു, കുറച്ച് ബാർലിയുടെ മാവും ആട്ടിൻകുട്ടിയുമുണ്ട്. ഞാൻ ആട്ടിൻകുട്ടി അറുത്തു മാവ് കുഴയ്ക്കുകയും ചെയ്തു. പിന്നെ ഭാര്യയോട് ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി സവിധത്തിലെത്തി വരാൻ പറയാം. എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ നാണം കെടുത്തരുത്, ഭക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം കൂടുതൽ ആളുകളെ കൊണ്ടുവരരുത്. ജാബിർ പറയുന്നു, ഞാൻ പോയി വളരെ പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ പക്കൽ കുറച്ച് ഇറച്ചിയും ബാർലിയുടെ മാവുമുണ്ട്. അത് പാകം ചെയ്യാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങ് ഏതാനും സഹാബാക്കളെയും കൂട്ടി വന്ന് ഭക്ഷണം കഴിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എത്ര ഭക്ഷണമുണ്ട്? ഞാൻ പറഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെയധികം ഉണ്ടല്ലോ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുറ്റുപാടും കണ്ണോടിച്ചു. തുടർന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും സംഘമേ, വരുവിൻ, ജാബിർ നമുക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, പോയി ഭക്ഷിച്ചു വരാം. ആ ശബ്ദം കേട്ടപ്പോൾ വിശന്ന് വലഞ്ഞിരുന്ന 1000 സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോടൊപ്പം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോവുക, എന്നിട്ട് ഭാര്യയോട് പറയണം, ഞാൻ വരുന്നതുവരെ പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കുകയോ റൊട്ടി ചുട്ടു തുടങ്ങുകയോ ചെയ്യരുത്. ജാബിർ വേഗം പോയി തൻ്റെ ഭാര്യയ്ക്ക് അറിയിപ്പ് കൊടുത്തു. അവർ വളരെയധികം പരിഭ്രമിച്ചു. ഭക്ഷണം ഏതാനും ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയധികം ആളുകൾ വരുന്നു, ഇനി എന്തു ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയതും വളരെ സമാധാനത്തോടു കൂടി കറിയുടെ പാത്രത്തിലും മാവ് വെച്ച പാത്രത്തിലും ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനി റൊട്ടി ഉണ്ടാക്കി തുടങ്ങുക. അതിനുശേഷം സാവധാനത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങി. ജാബിർ നിവേദനം ചെയ്യുന്നു, എൻ്റെ ജീവൻ ആരുടെ നിയന്ത്രണത്തിലാണോ അവനാണ് സത്യം. ആ ഭക്ഷണത്തിൽ നിന്ന് എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. എന്നിട്ടും ഞങ്ങളുടെ കറിയുടെ പാത്രം അതേപോലെ തിളച്ചുകൊണ്ടിരുന്നു, റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അഹ്സാബ് യുദ്ധസംബന്ധമായി ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അള്ളാഹു നമ്മുടെ വിശ്വാസങ്ങളെ സുദൃഢമാക്കട്ടെ. എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തിലും നിവസിക്കുന്ന അഹമ്മദികളെയും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവരെയും എല്ലാ ഷറിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ലോകം അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീയിൽ നിന്ന് അതിലേക്ക് അവർ വളരെ ശീഘ്രഗതിയിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കരുണ ചൊരിയട്ടെ. അള്ളാഹു എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാകുന്നു. ജനങ്ങളിപ്പോൾ തങ്ങളുടെ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും അള്ളാഹു അവരെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അവർക്ക് ബുദ്ധിയും വിവേകവും അള്ളാഹു നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.